ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവിയലാണ്. രുചികരമായ ഒരു അവിയൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അവിയലാണ്. അതിനായി നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെച്ച് തീ കത്തിക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അവിയലിനായി നമുക്ക് ഓരോ കഷ്ണങ്ങളും ചൂടായ എണ്ണയിലേക്കിട്ട് വഴട്ടാം. ആദ്യം ക്യാരറ്റ് ഇടാം. പിന്നെ അതിലേക്ക് വഴുതനങ്ങ ഇടാം. പിന്നെ അതിലേക്ക് മുരിങ്ങയ്ക്ക ഇടാം. പിന്നീട് അരിഞ്ഞതിടാം. പിന്നെ ഉരുളൻകിഴങ്ങ് അരിഞ്ഞതിടാം. പിന്നെ അതിലേക്ക് അമരയ്ക്ക അരിഞ്ഞത് ഇടാം. പിന്നീട് പടവലങ്ങ നീളത്തിലരിഞ്ഞത് ഇടാം. പിന്നീട് വെള്ളരിക്കയും കൂടി ഇടാം. അവസാനമായി ചേന അരിഞ്ഞത് കൂടി ഇടാം. പിന്നീട് പച്ചമുളക് കൂടിയുണ്ട്, മൂന്നാലഞ്ച് പച്ചമുളകുണ്ട്, അത് നെടുകെ കീറിയത് അതും കൂടിയിട്ട് നമുക്ക് വഴട്ടാം. ഇതെല്ലാം നല്ലപോലെ നമുക്ക് വഴട്ടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി കഷ്ണത്തിലിട്ട് നല്ലപോലെ വഴറ്റണം. കണ്ടില്ലേ, നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള കഷ്ണങ്ങളാണ്. എല്ലാ തരം പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷ്ണം വഴറ്റുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വയ്ക്കണം. അല്ലെങ്കിൽ പച്ചക്കറിയിലെ ജലാംശമെല്ലാം വറ്റിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിയൽ കിട്ടുകയില്ല. പച്ചക്കറിയിലെ ജലാംശം, പച്ചക്കറി കഴിയുമ്പോഴുള്ള ജലാംശം അതിൽ കാണും, അത് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. പിന്നീട് നല്ലപോലെ എല്ലാ കഷ്ണങ്ങളും വേവുന്നതിനായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എന്നാലേ അത് പെട്ടെന്ന് വറ്റിപ്പോവാതിരിക്കുള്ളൂ കഷ്ണങ്ങളിലെ ജലാംശം. ഈ കഷ്ണങ്ങൾ വഴണ്ട് കഴിഞ്ഞു. നമുക്കിതിനി അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരപ്പിനായി ഒരു 3/4 കപ്പോളം തേങ്ങയും, അതിലേക്ക് ഒരു 7-8 കഷ്ണം ചുവന്നുള്ളിയും, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, ഒരു 1/2 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് അരയ്ക്കുകയേ ചെയ്യാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അവിയലിൻ്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് കഷ്ണത്തിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കഷ്ണം പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ചേർക്കുമ്പോൾ ഇത് ഒരുപാട് ഉടയുന്ന രീതിയിൽ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു സാവകാശത്തിൽ വേണം ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3-4 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം. ഇത് രാത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ശകലം വെട്ടക്കുറവ് പോലെ തോന്നുന്നത് കേട്ടോ. ഇതിലേക്ക് തൈര് ചേർക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ കഷ്ണത്തിലെല്ലാം തൈരിൻ്റെ നല്ല പുളിപ്പ് പിടിക്കും. അതിന് കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
അന്നേരം കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇതിനി 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ടതാണ്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിയൽ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ കഷ്ണം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പർ അവിയലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം അവിയലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിക്കേണ്ട കാര്യമുണ്ട്. ഇനി നമ്മൾ ശകലം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അത് നല്ലപോലെ ഇളക്കണം. എന്നാലേ ആ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെളിച്ചെണ്ണ പിടിക്കുകയുള്ളൂ. അപ്പം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പം നല്ല ഫ്ലേവറാണ് വരുന്നത്. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓണക്കാലമൊക്കെ അല്ലേ, എല്ലാവരും അവിയലൊക്കെ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ. അന്നേരം എല്ലാവരും ഈ അവിയൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.